നെതന്യാഹു ക്രിമിനൽ പ്രധാനമന്ത്രിയാണെന്നും ട്രംപ് ചോര കുടിക്കുന്ന ഡ്രാക്കുളയാണെന്നും ഖമനേയി പറഞ്ഞു. ഇറാൻ സൈനിക തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെ ഖമനേയി സൗദി ഉൾപ്പെടെ അറബ് രാജ്യങ്ങളെ വെല്ലുവിളിച്ചിരുന്നു. സൗദി ഭരണകൂടം ട്രംപിന്റെ കാൽ ചുവട്ടിലാണെന്നും പലസ്തീനെ കൊന്നെറിയാൻ ഇട്ടുകൊടുത്തിരിക്കുകയാണെന്നും ഖമനേയി പറഞ്ഞു. ഇസ്രയേലിനും അമേരിക്കയ്ക്കും വേണ്ടി ഒരറബ് രാജ്യങ്ങളും വക്കാലത്തുമായി വന്നേക്കരുത് എന്നും ഖമനേയിയുടെ താക്കീത്. ഖമനേയും ഇറാൻ സൈന്യവും ചേർന്ന് ഒരാക്രമണത്തിന് കോപ്പ് കൂട്ടുന്നുണ്ട്. അതിന്റെ കൃത്യമായ വിവരങ്ങളാണ് അമേരിക്കയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിനുശേഷമാണ് ട്രംപ് നെതന്യാഹുവിന് മുന്നറിയിപ്പ് കൊടുത്തത്. ഇസ്രയേലിൽ ഒരാക്രമണമോ അല്ലെങ്കിൽ മിസൈൽ ആക്രമണമോ അല്ലെങ്കിൽ ചാവേർ ആക്രമണമോ നടന്നേക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. കരുതിയിരുന്നോളണം, ഒരാക്രമണം നടന്നാൽ അതിശക്തമായി തിരിച്ചടിക്കണമെന്നും ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ട്രംപ് മുന്നറിയിപ്പ് കൊടുത്തത്. യുഎസിനും ഇസ്രയേലിനും നേരെ ചെറു വിരലനക്കിയാൽ ഇറാന്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കുമെന്ന് ട്രംപ് ഖമനേയിക്ക് മറുപടി കൊടുത്തു. ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾ ഒരു പിടി ചാരമാകുമെന്നാണ് മുന്നറിയിപ്പ്. അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ തിരിച്ചു വെച്ചിരിക്കുന്ന മിസൈലുകൾ തിരിച്ചെടുത്തേക്കണം. ഇസ്രയേൽ കേന്ദ്രങ്ങളിലേക്ക് ചാവേർ ആക്രമണത്തിനുള്ള പദ്ധതിയും ഉപേക്ഷിച്ചേക്കണം. ഖമനേയിക്ക് കൊട്ടാരത്തിൽ സമാധാനത്തോടെ കഴിയണമെങ്കിൽ ഈഗിൾ 44-ൽ വെച്ച് ഇറാൻ സേനയുമായി പ്ലാൻ ചെയ്തിരിക്കുന്ന പദ്ധതികൾ മൊത്തം ഉപേക്ഷിച്ചിരിക്കണം. അല്ലാത്ത പക്ഷം ഇറാന്റെ നിലവിളി ഉയരും. തിരിച്ചടി എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. ഇറാനിൽ കയറി അടിക്കുമെന്നാണ് വൈറ്റ് ഹൗസിൽ നിന്നുള്ള താക്കീത്. എന്നാൽ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളെയും അറബ് രാജ്യങ്ങളെയും എല്ലാം വലിയ രീതിയിൽ വിമർശിച്ചിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് ഇറാൻ വഴങ്ങില്ല എന്നും ഏതു തരത്തിലുള്ള ആക്രമണത്തിനും മറുപടി നൽകാൻ തയ്യാറാണെന്നും തുറന്നടിച്ചിരിക്കുകയാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ചീഫ് കമാൻഡർ മേജർ ജനറൽ ഹൊസൈൻ സലാമി. മുതിർന്ന IRGC കമാൻഡർമാരുമായുള്ള ഒരു കൂടിക്കാഴ്ചയിൽ സംസാരിക്കവേ ഇറാൻ ഒരു യുദ്ധത്തെക്കുറിച്ച് ഒട്ടും ആശങ്കപ്പെടുന്നില്ല എന്നും തങ്ങൾ ഒരു യുദ്ധത്തിന് തുടക്കമിടില്ല, പക്ഷേ ഏത് യുദ്ധത്തിനും തയ്യാറാണെന്നും സലാമി പറഞ്ഞു. ഏതൊരു എതിരാളിയെയും മറികടക്കാനും അവരുടെ പ്രവർത്തനങ്ങളെ ചെറുക്കാനും സൈനിക ആക്രമണങ്ങൾ നേരിട്ട് നടത്താനും ഇറാൻ തന്ത്രങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നും സലാമി വ്യക്തമാക്കി. എന്നാൽ ശത്രുവിന്റെ മുന്നിൽ നിന്ന് ഞങ്ങൾ ഒരു ചുവട് പോലും പിന്നോട്ട് പോകില്ല എന്നും സലാമി ഇസ്രയേലിനും അമേരിക്കയ്ക്കും മറുപടി കൊടുത്തിരിക്കുന്നത്. 2024 ഏപ്രിലിൽ സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെയുണ്ടായ ഇസ്രയേലി ആക്രമണത്തിൽ നിരവധി മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു. ഇത് മിഡിൽ ഈസ്റ്റിൽ ഒരു ആഗോള ഏറ്റുമുട്ടലിന് തുടക്കം കുറിച്ചുവെന്നും സലാമി പറഞ്ഞു. അതിന് ഇറാൻ നൽകിയ മറുപടി 100 കണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെട്ടതായിരുന്നു. ഞങ്ങളുടെ മിസൈലുകൾ അവരുടെ സുരക്ഷാ മിഥ്യാധാരണകളിലേക്ക് തുളച്ചു കയറിയെന്നും ഇസ്രയേലിന് കൊടുത്ത ഒരു മറുപടിയായിരുന്നു ഇതെന്നും സലാമി ഓർമ്മപ്പെടുത്തി. ഇറാന്റെ സൈനിക കഴിവുകൾക്ക് മുന്നിൽ ഇസ്രയേൽ ഇപ്പോഴും ദുർബലമാണെന്നാണ് സലാമി പറയുന്നത്. ഈ ശത്രുവിനെ മറികടക്കാനുള്ള അറിവും സൂത്രവാക്യങ്ങളും ഞങ്ങൾക്കുണ്ടെന്നതിൽ സംശയമൊന്നുമില്ലെന്നും സലാമി പറഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടയിലാണ് ജനറലിന്റെ ഈ പരാമർശം കൂടി പുറത്തു വന്നിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. മാർച്ച് അവസാനം ഇറാൻ അണ്വായുധങ്ങൾ തയ്യാറാക്കുന്നത് തടയാൻ അമേരിക്ക നടപടിയെടുക്കുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിരുന്നു. ഇതിനും ഇറാൻ മറുപടി കൊടുത്തു. ഞങ്ങളുടെ ഒരു നീക്കങ്ങളെയും തടയാനും പരീക്ഷണങ്ങൾ ഇല്ലാതാക്കാനും അമേരിക്കയ്ക്ക് കഴിയില്ല. ഞങ്ങൾ എവിടെയൊക്കെയാണ് മിസൈൽ കേന്ദ്രങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നത് കണ്ടെത്താൻ ഇവരുടെ കഴുകൻ കണ്ണുകൾക്ക് കഴിഞ്ഞിട്ടില്ല. മൊസാദും CIA-യും വലിയ ചാരന്മാരാണെന്നാണല്ലോ പറയുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങളുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ കണ്ടെത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നും ഇപ്പോൾ IRGC തലവൻ ചോദിച്ചിരിക്കുന്നത്. മൊസാദും CIA-യും ടെഹ്റാനിൽ പറന്നിറങ്ങി പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഇറാന്റെ മുക്കിലും മൂലയിലും പരിശോധന നടത്തുന്നുണ്ട്. അങ്ങനെ ചാരന്മാർ ഇറാനിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് IRGCക്കും അറിയാം. എന്നാൽ ഇവർ ആരൊക്കെയാണ് എന്ന് കണ്ടെത്താൻ ഇറാൻ സൈന്യത്തിനും കഴിഞ്ഞിട്ടില്ല. ശക്തമായ ഒരു നീക്കം അത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും നേരെ നടത്താൻ അണിയറയിൽ ഇറാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് തകർത്തില്ലാതാക്കുക എന്നുള്ളതാണ് ചാരന്മാരുടെ ലക്ഷ്യം. ഇപ്പോൾ ഇസ്രയേലും ഗാസയും തമ്മിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന യുദ്ധം അമേരിക്കയും ഇറാനും അല്ലെങ്കിൽ ഇസ്രയേലും ഇറാനും തമ്മിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണം. ആ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്
ഇറാൻ ഒളിപ്പിച്ചിരിക്കുന്ന ഈ കേന്ദ്രങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ ഇറാനെ പിടിച്ചുകെട്ടാൻ മറ്റൊരു വഴി അമേരിക്കയുടെ മുന്നിലുള്ളത്, ഇറാൻ ഒരു ആക്രമണം നടത്താൻ തുനിഞ്ഞാൽ ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾ തകർത്തെറിയും എന്നുള്ള ഭീഷണി തന്നെയാണ്. അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടാൽ തിരിച്ച് ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ തീക്കളിക്ക് നിൽക്കില്ല. കാരണം അവരുടെ സാമ്പത്തിക നട്ടെല്ലാണ് ഈ എണ്ണ കേന്ദ്രങ്ങൾ. ട്രംപിനും നെതന്യാഹുവിനും കുടപിടിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ഇറാൻ വെല്ലുവിളിക്കുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡാണ് ഇപ്പോൾ വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കുന്നത്. ഇസ്രയേലിനെ പ്രീണിപ്പിക്കുന്നതിലൂടെ യൂറോപ്പ് രാജ്യങ്ങൾ യൂറോപ്പ് ചരിത്രത്തിന്റെ തെറ്റായ വശത്ത് നിൽക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായി യൂറോപ്യൻ രാജ്യങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ഇസ്രയേൽ ഭരണകൂടത്തിന്റെ ക്രിമിനൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ട് അവഗണിച്ചുകൊണ്ട് യൂറോപ്പ് നിയമവാഴ്ചയെ അവഗണിക്കുകയാണെന്നും ഇദ്ദേഹം പറഞ്ഞു. ഉപരോധിക്കപ്പെട്ട ഗാസ മുനമ്പിൽ നെതന്യാഹുവിന്റെ ഭരണകൂടം നടത്തിയ യുദ്ധക്കുറ്റങ്ങൾക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും എതിരെയുള്ള ICCയുടെ അറസ്റ്റ് വാറണ്ട് നിലവിലുണ്ടെങ്കിലും നെതന്യാഹുവിന്റെ ഹംഗറിയിലെ ഔദ്യോഗിക സന്ദർശനം എത്രത്തോളം ധിക്കാരമാണെന്ന് വ്യക്തമാക്കുന്നതാണെന്നും ബഗായി പറഞ്ഞു. ഇസ്രയേൽ തന്നെ അമേരിക്കയുടെ ആശ്രിതത്വത്തിലാണ് ഇപ്പോൾ ഈ ധൈര്യം കാണിക്കുന്നത്. കൃത്യമായി ലഭിക്കുന്ന ആയുധ സേവനങ്ങളും സംഘർഷം വ്യാപിപ്പിക്കാനുള്ള ട്രംപിന്റെ ഉപദേശങ്ങളും എല്ലാമാണ് നെതന്യാഹുവിന്റെ ധൈര്യം. എന്നിട്ടും ഈ ഇസ്രയേലിനെ പ്രീതിപ്പെടുത്തി ന്യായത്തെ അന്യായമാക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാട് നിയമവ്യവസ്ഥയോട് കാണിക്കുന്ന അവഗണനയാണെന്നത് വ്യക്തമാണ്. അതിനിടയിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ വഹിക്കുന്ന അയൽ രാജ്യങ്ങൾക്കും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ സേനയെ അവരുടെ വ്യോമാതിർത്തിയോ പ്രദേശമോ ഉപയോഗിക്കാൻ അനുവദിക്കരുത് എന്നും ശത്രുതാപരമായ പ്രവൃത്തിയായി ഇത് കണക്കാക്കപ്പെടുമെന്നും ഇറാഖ്, കുവൈറ്റ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ, തുർക്കി, ബഹ്റൈൻ എന്നിവർക്ക് ഇറാൻ ഇപ്പോൾ നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത്തരമൊരു പ്രവൃത്തി അവർക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാനിലേക്ക് കാലുകുത്തിയാൽ അമേരിക്കയെ ഭസ്മമാക്കുമെന്നാണ് ഖമനേയിയുടെ അവസാന വാക്ക്. ഇറാൻ മാത്രമല്ല, ഇറാനിലേക്ക് കാലുകുത്താമെന്ന് അമേരിക്ക കരുതിയാൽ റഷ്യയും ചൈനയും അമേരിക്കയ്ക്കെതിരെ മുൻനിരയിൽ തന്നെ ഉണ്ടാകുമെന്ന് ഖമനേയി പറഞ്ഞിരിക്കുന്നത്. ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഇറാനെ പൂട്ടിക്കളയാമെന്ന് ട്രംപ് കരുതണ്ട. അമേരിക്കയുടെ ഈ ഉപരോധങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഇറാൻ സാമ്പത്തികമായി വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ തടയാൻ ട്രംപിനെന്നല്ല ആർക്കും കഴിയില്ല എന്നാണ് ഇറാന്റെ വെല്ലുവിളി. ഇറാനെ പിടിച്ചുകെട്ടണമെങ്കിൽ അവരുടെ സാമ്പത്തിക നട്ടെല്ല് തകർക്കണമെന്ന് അമേരിക്കയ്ക്ക് കൃത്യമായി അറിയാം. അതിനുവേണ്ടിയാണ് അമേരിക്ക ഉപരോധങ്ങൾ കടുപ്പിക്കുന്നത്.